ശരീരത്തിനും. അത് ഓർക്കുക കേട്ടോ. ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം കേട്ടോ. ഒരിക്കൽ മദീനത്ത് പള്ളിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരുടെ അനുയായികളും കൂടി ഇങ്ങനെ ഇരിക്കുന്നൊരവസരത്തിൽ ഒരു സഹാബി ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ റസൂൽ അനുയായികളോട് പറഞ്ഞു, ദാ വരുന്ന ആൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സഹാബി ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ. അപ്പോൾ ഈ സഹാബത്തുകൾ ഇവിടെ ഇരിക്കുന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു, അതെന്താ റസൂൽ അങ്ങനെ പറയാൻ കാരണം? അയാളെപ്പോലെ തന്നെയല്ലേ നാമും നോമ്പ് നോക്കുന്നു, നമസ്കരിക്കുന്നു, ആരാധന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് നമ്മളെ ഒന്നും പറയാതെ റസൂൽ അയാളെ എടുത്തു പറയാൻ കാരണം എന്താണ്? അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാവാൻ എന്താണ് അയാളിൽ ഇത്ര പ്രത്യേകത? നമ്മളിൽ നിന്ന് അയാൾക്ക് എന്താണ് പ്രത്യേകത? അത് കഴിഞ്ഞ് അയാൾ അങ്ങ് നടന്നുപോയി. അപ്പോൾ സദസ്സിലിരുന്ന അലി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിന്തുടർന്നു. അങ്ങനെ അയാളുടെ വീട്ടിൽ എത്തിച്ചേർന്നു. വീട്ടിൽ ചെന്ന് അയാൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും ഇദ്ദേഹം ശ്രദ്ധിച്ചു, നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് എന്നിൽ നിന്ന് പ്രത്യേകതയുള്ള, എന്താണ് പുള്ളി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കേട്ടോ. ഇസ്ലാമിക നിയമപ്രകാരം 3 ദിവസം വരെ ഒരു അഗതി നമ്മുടെ വീട്ടിൽ വന്നാൽ, ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ അയാളോട് നമ്മൾ ഒരിക്കലും എന്തിനാണ് വന്നത്, എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക നിയമം. അതുകൊണ്ട് തന്നെ ആ സഹാബി ഒന്നും വേണ്ട, 3 ദിവസം എന്താണ് എന്ന് ചോദിക്കാതെ അവരുടെ വീട്ടിൽ വന്ന അതിഥിക്ക് നല്ല സ്വീകരണമൊക്കെ കൊടുത്തു. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഈ സഹാബി ചോദിച്ചു, അല്ലയോ ഉമറേ, സൗണ്ട് പെട്ടെന്ന് പോയി. അല്ലയോ ഉമറേ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞാൻ ഇവിടെ വന്നത് വേറൊന്നുമല്ല. നിങ്ങൾ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് എന്ന്. അപ്പോൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെട്ടത് എന്ന് അലി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഞാനും നമസ്കരിക്കുന്നു, നിങ്ങളും നമസ്കരിക്കുന്നു, ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നു, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നു, നമ്മൾ ആരാധന കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, അതെല്ലാം വളരെ ശരിയാണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, അത് നിങ്ങൾ ആരും കാണാത്തൊരു കാര്യമാണ്, ആർക്കും കാണാത്ത ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതെന്താണ്? അതാണ് എന്നിൽ നിങ്ങൾക്ക് പ്രത്യേകതയായിട്ട് എന്തെങ്കിലും കാണാൻ കഴിയുള്ളൂ, അല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ കിടക്കയിലേക്ക്, അതായത് എൻ്റെ വിരിപ്പിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരാളോടും ഒരു പകയോ വിദ്വേഷമോ ഇല്ല.
അതുവരെ ഉണ്ടായിരുന്നത് അതോടെ തീർന്നു. കിടക്കയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് ശൂന്യമാണ്, മനസ്സ് ക്ലിയറാണ്. മനസ്സിലായോ? അത്രയും മനസ്സ് ശാന്തമായ, ക്ലീനായ, ഒരു ഭാരവുമില്ലാതെ സന്തോഷമായി, അതായത് നമ്മൾ തേച്ച് കഴുകി